Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 മലയാളത്തിലെ ആദ്യ യൂണിറ്റ് കിനാവ് എന്നതിലെ 4 ലെസൻ്റെയും ആശയമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 4 ലെസൻ്റെ ആശയം പഠിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം 7012787895. അപ്പോൾ നമുക്ക് കിനാവ് എന്നതിലെ ആദ്യ പാഠഭാഗമായി വരുന്ന സന്ദർശനം എന്ന കവിതയുടെ ആശയം നോക്കാം. സന്ദർശനം, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മലയാളത്തിൻ്റെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ്. അകന്നുപോയ കാമുകിയെക്കുറിച്ചുള്ള വിശാഖഭരിതമായ വരികളാണ് ഈ കവിതയിലുള്ളത്. ഇനിയൊരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത കാമുകിയും കാമുകനും അവസാന കൂടിക്കാഴ്ചയ്ക്കായി സന്ദർശക മുറിയിലിരിക്കുന്നു. അധിക നേരമായിട്ടും അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. വേദന കടിച്ചമർത്തി മൗനം കുടിച്ചിരിക്കുകയാണവർ. ഒഴിവാക്കാനാവാത്ത വേർപിരിയൽ അവരെ വേദനിപ്പിക്കുന്നു. പുറത്ത് ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും കിളികൾ കൂടണിയും പോലെ ഓർമ്മകൾ കെട്ടടങ്ങുന്നതും കവി വരച്ചിടുന്നു. മിഴികളിൽ നിന്നും അവൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന കവിയെ വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ നെഞ്ചിടിപ്പിൻ്റെ വേഗവും കൂടുന്നു. നിശ്വാസത്തിൽ പോലും സംഗീതമുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു വസന്തകാലം അവർക്കും ഉണ്ടായിരുന്നു. പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഇന്ന് വാക്കുകൾ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുന്നു. പൊൻചെമ്പകം പൂത്ത കരൽ കരിഞ്ഞു പോയിരിക്കുന്നു. കറപിടിച്ച ചുണ്ടിൽ കവിത പോലും വരണ്ടുപോയിരിക്കുന്നു. പ്രണയത്തിൻ്റെ മധുരകരമായ പൂർവ്വ സ്മരണകളിലേക്ക് കവി മനസ്സ് പായുന്നു. കനകമൈലാഞ്ചി നീരിൽ തുടുത്ത അവളുടെ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നിരുന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങളേറ്റ് മനസ്സിലെ ചില്ലകൾ പൂവിട്ടിരുന്നതും അവളോടൊത്തുള്ള മനോഹരമായ സന്ധ്യകളും ഇന്ന് മറവിയിലേക്ക് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വർത്തമാനകാലത്ത് വിരഹവേദനയാൽ കവി ലക്ഷ്യമില്ലാത്തവനായി മാറുന്നു. മരണവേഗത്തിലോടുന്ന വണ്ടികളും നഗരത്തിലെ നിത്യപ്രയാണങ്ങളും മദ്യത്തിൽ മുങ്ങി സത്രങ്ങളിൽ കഴിയുന്ന നഗരരാത്രികളും ഇങ്ങനെ ഏകാന്തതയിൽ മനസ്സ് അസ്വസ്ഥമാകുന്ന വേളയിലും ജനനാന്തര സാന്ത്വനമായി അവളുടെ മുഖം തന്നെയാണ് മനസ്സിൽ തെളിയാറുള്ളതെന്നും കവി ഓർമ്മിക്കുന്നു. എല്ലാം അവസാനിക്കുന്നു. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നന്ദി ചൊല്ലി കരഞ്ഞു പിരിയുന്നതിൽ അർത്ഥമില്ല. കാരണം തങ്ങൾ പണ്ടേ പിരിഞ്ഞവരാണല്ലോ എന്ന ചിന്തയിൽ കവിത അവസാനിക്കുന്നു. പ്രണയത്തിൻ്റെ മാധുര്യവും വിരഹത്തിൻ്റെ വേദനയും വൈകാരിക തീവ്രതയോടെ അനുവാചകരിൽ എത്തിക്കാൻ കവിക്ക് നിഷ്പ്രയാസം കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മയുടെ നരമ്പ്, KR മീര. ഓർമ്മയുടെ നരമ്പ് പലതരത്തിലുള്ള വായന സാധ്യതയുള്ള കഥയാണിത്. 2 തലമുറയിലെ സ്ത്രീകൾ പ്രധാന കഥാപാത്രമായി വരുന്ന ഈ കഥയിൽ ഭൂതകാലവും വർത്തമാനകാലവുമുണ്ട്. അതിനപ്പുറം മറ്റു പല പ്രമേയങ്ങളും തൊട്ടും തടഞ്ഞും കഥയെ ശ്രദ്ധേയമാക്കുന്നു. ചെറുകഥ ധാരാളിത്വത്തിൻ്റെ കഥയല്ല. അതുകൊണ്ട് തന്നെ ചെറുകഥയിൽ ധാരാളം കഥാപാത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായിരിക്കില്ല. 2 കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് വികസിക്കുന്ന കഥയാണ് ഓർമ്മയുടെ നരമ്പ്. വൃദ്ധയും നവവധുവുമായ യുവതിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇവർ തമ്മിൽ പ്രായത്തിൽ മാത്രമല്ല അഭിരുചിയിലും വ്യത്യാസമുണ്ട്. വൃദ്ധയുടെ ഓർമ്മകൾ ചിന്നിച്ചിതറി വീഴുന്നവയാണ്. അവയ്ക്ക് കൃത്യതയോ ക്രമമോ പാലിക്കാൻ കഴിയുന്നില്ല. ചില സവിശേഷ ജീവിത സന്ദർഭങ്ങളിൽ മാത്രമേ ഓർമ്മയുടെ വെളിച്ചം വീഴുന്നുള്ളൂ. പക്ഷേ ആ സന്ദർഭ ചിത്രങ്ങൾ അടുക്കിവെച്ച ഒരു പൂർണ്ണ ജീവിതവൃത്തം കൽപ്പിച്ചെടുക്കാൻ കഴിയും. സ്വതന്ത്ര സമരകാലത്തിന്റെ പശ്ചാത്തലത്തിൽ ബാല്യം, കവിത എഴുത്തിന്റെ ആദ്യ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന അനുമോദനം, ദാമ്പത്യം, അസ്വാതന്ത്ര്യത്തിന്റെയും അവഗണനയുടെയും തുടർക്കാലം, സർഗാത്മകതയുടെ മുരടിപ്പ്, വാർദ്ധക്യത്തിന്റെ ഏകാന്തത, ഓർമ്മകൾക്ക് മേൽ മറവിയുടെ ആധിപത്യം, ഇങ്ങനെ ഒരു രൂപത കഥയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. യുവതിക്ക് ആദ്യമൊന്നും വൃദ്ധയോട് അടുപ്പം തോന്നുന്നില്ല. അവരുടെ വെപ്പുപല്ലും പഴംപുരാണ പറച്ചിലും അവളിൽ മടുപ്പുളവാക്കുന്നു. പിന്നീട് ആ മാനസികാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനം ചെറു സൂചനകളിലൂടെ കഥയിൽ വെളിപ്പെടുന്നു. വെപ്പുപല്ലുകൾ എന്നത് കൃത്രിമമായ കൊച്ചരിപ്പല്ലുകൾ എന്നിഷ്ടത്തിന് വഴിമാറുന്നു. കേരളത്തിലെ സാമ്പ്രദായിക കുടുംബഘടനയ്ക്ക് അടുത്ത് ഒരു സ്ത്രീക്ക് വിധിച്ചിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു വൃദ്ധയുടേതും. പശുക്കളെ ആര് നോക്കും? അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് വിളക്കുവെക്കും? ഇതൊക്കെ പരമ്പരാഗതമായ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ വൃദ്ധയിലെ സ്ത്രീശക്ത ഒരു ശരാശരി വീട്ടമ്മയുടേതല്ല. ബാല്യത്തിൽ തന്നെ വള്ളത്തോളിന്റെ അനുമോദനം ഏറ്റുവാങ്ങിയ എഴുത്തുകാരിയായിരുന്നു അവർ. കഥയിൽ അവർ എഴുതി പൂർത്തിയാക്കാത്ത കഥകളെക്കുറിച്ചുള്ള സൂചനകളുമുണ്ട്. സ്വാതന്ത്ര്യ ദർശനത്തിൽ നിന്ന് ദുർമരണത്തിലേക്കുള്ള വീഴ്ചയായി വൃദ്ധ സ്വന്തം കഥ പറഞ്ഞു നിർത്തുന്നു. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, NA നസീർ.
ഇലകളായി ഇനി നമ്മൾ ജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം എന്ന് അയ്യപ്പൻ ആലില എന്ന കവിതയിൽ സ്വപ്നം കാണുന്നുണ്ട്. ഇലയടരുകൾ മണ്ണിൽ ലയിച്ചു ചേർന്ന് പുനർജനിക്കുന്ന കാഴ്ച. കാട് വലിയൊരു പാഠശാലയാണ്. മനുഷ്യനെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ നൈരന്തര്യത്തെക്കുറിച്ചൊക്കെയുള്ള വലിയ ദർശനങ്ങൾ കാട് പഠിപ്പിക്കുന്നുണ്ട്. വേരുകൾക്ക് ലേഖനത്തിൽ ലഭിക്കുന്ന അർത്ഥവ്യാപ്തി വലുതാണ്. വേരുകളോളം താഴ്ന്നാൽ മാത്രമേ ആകാശത്തോളം എത്താൻ കഴിയൂ എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നു. നാം പരിചരിച്ചു പോകുന്ന മനുഷ്യകേന്ദ്രിതമായ പ്രപഞ്ചബോധമല്ല നസീർ മുന്നോട്ട് വയ്ക്കുന്നത്. അടരുന്ന ഇലകളോളവും വീഴുന്ന മരത്തോളവും മാത്രമേ അവിടെ മനുഷ്യനും സ്ഥാനമുള്ളൂ. പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ചെമ്പനും കുമാരനും അരുണാചലവുമെല്ലാം ഇതിന്റെ ശേഷിപ്പുകളാണ്. ചരിത്രത്തിന്റെ ഏതോ ഘട്ടത്തിൽ പ്രകൃതിയെ കീഴടക്കുക എന്ന ഹിംസാത്മകമായ ബോധം പ്രാമുഖ്യം നേടി. നഗാരികതയുടെ വികാസമായിരുന്നു അത്. മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി. എങ്കിലും നഷ്ടപ്പെട്ടു പോയ ആ കാട്ടുജീവിതത്തിന്റെ ഓർമ്മകളുടെ ചോദനകളിൽ ഏതൊക്കെയോ രൂപത്തിൽ ഇന്നും കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാവുകൾ സൃഷ്ടിച്ചത്, കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം ഇന്ന് നമുക്ക് നഷ്ടമായ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണമാകുന്നു. പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഉപയോഗശൂന്യമായി നിലനിൽക്കുന്നില്ല. എല്ലാം പ്രകൃതിയുടെ കണ്ണികളാണ്. അടർന്നു വീഴുന്ന ഒരു ഇല പോലും വെറുതെ ആവുന്നില്ല. അത് പുനർജനിയിലൂടെ വീണ്ടും ഇലകളായി മാറാനുള്ളതാണ്. നാം എപ്പോഴും ആകാശത്തോളം ഉയരാൻ ആഗ്രഹിക്കാറുണ്ട്. വേരുകൾ എത്രമേൽ ആഴത്തിലും പരപ്പിലും പോകുന്നുവോ അതിനനുസരിച്ച് മാത്രമേ മരങ്ങൾക്ക് ആകാശത്തോളം ഉയരാൻ കഴിയുള്ളൂ. പ്രകൃതിയിലെ നിഗൂഢ രഹസ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ മാത്രമേ വിശാലമായ ലോകങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. ആകാശത്തെ തൊടാൻ ആയുന്ന വൃക്ഷത്തിന്റെ കരങ്ങൾ മാത്രമേ നാം കാണുന്നുള്ളൂ. അതിനടിസ്ഥാനമായ ബലിഷ്ഠമായ വേരുകളെ നാം കാണുന്നതേയില്ല. അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നില്ല. നാഗരികൻ അറുത്തുമാറ്റിയത് ഈ വേരുകളാണ്. പ്രകൃതിയെ ഏൽപ്പിക്കുന്ന പല ആഘാതങ്ങൾക്കും കാരണമാകുന്നത് ഈ വേരുറക്കലാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. വേരുകൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ജീവിതത്തിന്റെ ചാക്രികമായ സഞ്ചാരമാണ് അറ്റുപോകുന്നത്. മത്സ്യം ടി.പി. രാജീവൻ. ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനാണ് ടി.പി. രാജീവൻ. സാമൂഹിക പ്രശ്നങ്ങളിൽ സൂക്ഷ്മബോധത്തോടെ ഇടപെടുന്നതാണ് അദ്ദേഹത്തിന്റെ രചനകൾ. ആധുനിക കവിതകളിൽ പിന്തുടർന്ന സങ്കീർണ രചനാശൈലിയിൽ നിന്നും വ്യത്യസ്തമായി സുതാര്യവും ലളിതവുമായി പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. ചെറുതുകളുടെ അതിജീവനമാണ് മത്സ്യം എന്ന കവിതയുടെ ആശയം. ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ അരക്ഷിതാവസ്ഥയും ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി അതിജീവിക്കാനുള്ള ശ്രമങ്ങളും ഇക്കാലത്തെ മനുഷ്യന്റെ പ്രത്യേകതയാണ്. മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന പല സാഹചര്യങ്ങളും പ്രതീകാത്മകമായി മത്സ്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാം. ആഗോള വിപണിയും മുതലാളിത്തവും സാധാരണ മനുഷ്യ ജീവിതത്തെ ഹസിക്കുന്നതാണ്. വലക്കണ്ണികളും പരുന്തിന്റെ ആക്രമണങ്ങളും ഒക്കെ ഇത്തരം അപകട സാധ്യതകളെ കാണിക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുന്നത് സ്വന്തം ചുറ്റുപാടുകളിലാണ്. ആ ചുറ്റുപാടുകളുടെ നാശം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നാശം തന്നെയാണ്. മത്സ്യത്തിന് സ്വതന്ത്ര ജീവിതത്തിന്റെ അപകടപ്പെടുത്തൽ കൈചൂണ്ടുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.